മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ആർക്കും ഇല്ല. എന്നിട്ട് വേണം എനിക്ക് തീരുമാനിക്കും. എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നെ ഭയങ്കര സന്തോഷമായി. ചെറുതായിട്ട് സമയത്ത് തല വിളിക്കാം. ഇവിടെ മുഴുവൻ നിന്റെ ഫോട്ടോയാണല്ലോ. എന്റെ റൂമായിട്ട് ഷൂട്ട് ചെയ്യുന്നിടത്ത് പിന്നെ ആരുടെ ഫോട്ടോ വെക്കണം? അയ്യോ ഒരു കാര്യം പറയാമോ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മിസ്സിസ് ഹിറ്റ്ലർ സീരിയലിൻ്റെ ലൊക്കേഷനിലാണ്. ഇന്നിവിടെ ക്ലൈമാക്സ് ഷൂട്ട് നടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഡേ ഷൂട്ടാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനുണ്ട്. ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 മാസമായിട്ടുള്ളൂ. എങ്കിൽ പോലും ഈ ഒരു ഫാമിലി ആയിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തീരാൻ പോകുമ്പോൾ നല്ല വിഷമമുണ്ട്. അപ്പോൾ ഇന്നത്തെ ലൊക്കേഷൻ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അമരാവതി വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഈ വീഡിയോ ആർക്കാന്ന് നിങ്ങൾ പറ. ആർക്കും ഇല്ല. എന്നിട്ട് വേണം എനിക്ക് തീരുമാനിക്കാൻ. ഞാൻ വേണ്ടേ അപമാനം അപമാനം അപമാനം. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ ക്യാമറയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മൈക്കും എല്ലാം കോഴിക്കോടായിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ലാസ്റ്റ് ഡേ ഷൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എടുക്കുന്നേ ഉള്ളൂ. അപ്പം വോയിസിന് എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കാം കേട്ടോ. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഷോട്ടാണ് ഞങ്ങളുടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും സുപ്രിയാൻ്റിയുടെ സ്നേഹവും ബഹുമാനം മാത്രമേ തരാം. എന്നാലും ഒരു കാര്യം പറയാതെ വയ്യ, സുപ്രിയാൻ്റെ DK ഉപേക്ഷിക്കണ്ടായിരുന്നു. ഞാനാരെയും ഉപേക്ഷിക്കില്ല. അങ്ങനെ ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ കാണാൻ ഞാനിങ്ങോട്ട് വരുമായിരുന്നു. ക്ലോസ് ചെയ്താ ഒരാൾ കൂടി വരിക. കിട്ടിയില്ല, ഞാൻ ചോദിച്ചു വാങ്ങിച്ചു. തലടിച്ച് തിരിച്ചിടി അവിടെ തിരിച്ചിടി കൊടുക്കും. പത്മാവതി അമ്മ യോയോ സ്റ്റൈല്. അയ്യോ യോയോ നല്ല കൊല്ലല്ലേ. 2.5 വർഷമായിട്ട് ഈ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൻറ്റിക്ക് വിഷമമുണ്ടാവുന്നറിയാം. എന്നാലും ഈ ലൊക്കേഷനിൽ വന്ന സമയത്ത് എന്താ പറയുക, നമുക്ക് ഒരുപാട് നെഞ്ചിൽ ചേർത്ത് വെക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായി കാണുമല്ലോ. അങ്ങനെ ഉണ്ടായ സിറ്റുവേഷൻ? പിന്നെ തീർച്ചയായും ഏറ്റവും കൂടുതൽ ഞാനും മേഖലയിലുള്ള തീംസ് അഭിനയിച്ചപ്പോൾ അതറിയാം. അത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ബോണ്ടിങ് ആണ്. നമ്മളെ അഭിനയിക്കുന്ന സമയത്ത് ഭയങ്കര റൊമാൻറ്റിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളെ ഒരുപാട് മിസ് ചെയ്യാവും. ഞാൻ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോഴേ തുടങ്ങിയുണ്ടോ
ഞാനിപ്പോ എനിക്കിപ്പോ സത്യം പറഞ്ഞിരുന്നല്ലോ ആരുടെ ഞാൻ സംസാരിക്കുമ്പോ എല്ലാവരും ഭയങ്കര ഇമോഷണൽ മനുഷ്യരല്ലേ മനുഷ്യന്മാരല്ലേ സങ്കടം വരില്ലേ സത്യമാണ്. എന്തായാലും താങ്ക് യു. എന്തായാലും നമ്മൾ ഇതിനകത്ത് എന്താ പറയണ വൈകി വന്ന വസന്തം എന്ന് പറയുന്നത് അന്നയാളാണ് നമ്മുടെ എന്താ സുപ്രിയ സുപ്രിയ എന്ന് പറഞ്ഞ നമ്മുടെ എല്ലാവരും സൗവർണ്ണിക എനിക്ക് പെട്ടെന്ന് പേര് പറഞ്ഞ് ലാവണ്യം എന്നൊക്കെ മനസ്സിൽ പേര് വരും സൗവർണ്ണികയുടെ പേര്. എന്തായാലും സൗവർണ്യം ഉള്ളത് തകർത്ത് എന്തായാലും താങ്ക് യു. എനിക്ക് ഇന്നലെ ഭയങ്കര അവാർഡ് കിട്ടിട്ടോ. ഇന്നലത്തെ സീനിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും സാധാരണ അങ്ങനെ ഒരു അഭിപ്രായം അങ്ങനെ പറയലില്ല, പക്ഷെ ഇന്നലെ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ കുറച്ച് എനിക്ക് നന്നായിട്ട് ചെയ്തു, ഭയങ്കര നന്നായിട്ട് ചെയ്തു. അതിപ്പോ ജ്യോതി അഭിനയിച്ചാലും അവള് ജ്യോതി പറഞ്ഞു മേഘനയുടെ പേര് ജ്യോതി പറഞ്ഞേ മേഘനയാണ് നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചാലും അതെ നമ്മളത് അപ്രിഷ്യേറ്റ് ചെയ്യും. നീ പ്രഗ്നന്റ് ആണെന്ന് പറയാൻ ചെന്നപ്പോൾ വേറൊരു വിശേഷം മസാല ദോശ മാമ്പഴം അവിടെ നീ ഇപ്പൊ അമ്മയുടെ സന്തോഷം കണ്ടില്ലേ? നീ അമ്മ എടുക്കാം മായ എടുക്കാം അമ്മേരെ വന്നല്ലോ വീണ്ടും മനമാല. എന്താണ് അപ്പൊ ഞാൻ പോട്ടാ ഞങ്ങൾ നേരത്തെ ഇവിടെ കുറച്ചു നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. ചോദ്യം മാറ്റി ചോദിക്കുന്നുണ്ടോ? എന്നോട് ചോദിച്ചാൽ അതേ ചോദ്യം വന്നത് നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുള്ളത്? എന്തായിരുന്നു ചോദിച്ചേ? എന്നോട് ചോദിച്ചത് എക്ലർ അവസാനിക്കുമ്പോൾ എന്താ മിസ് ചെയ്യാന്നുള്ളത്. വേറെ ചോദിക്കാനൊന്നും ഇല്ല, എല്ലാവരും ഇതന്നെ ചോദിച്ചോണ്ടിരിക്കണം. അല്ല പോട്ടെ. അയ്യോ ഒരു കാര്യം പറയാൻ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പഴും ഞാൻ പറയുന്ന കാര്യം അതാ. എന്താണ് ചോദിക്കും? നീ പറഞ്ഞു നിനക്ക് എന്താ മിസ് ചെയ്യാൻ പോകുന്നത്? ഫ്രഷ് ചോദിക്കണം. മിസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് വന്നതിന് ശേഷം നമ്മുടെ ലൈഫിൽ നമുക്ക് മിസ് ചെയ്യുന്ന സംഭവമല്ല. മിസ് ചെയ്യുന്ന സംഭവമല്ല. അതോട് നമ്മളൊക്കെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടോ? ഇഷ്യൂ അല്ല, സന്തോഷമുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. എന്താ? അല്ല ഇഷ്യൂ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇഷ്യൂ ഉണ്ടോ ചോദിച്ചില്ല. അല്ലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ തന്നെ അങ്ങനെ ഇഷ്യൂ എന്നൊന്നും പറയാനായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ചെറുതായിട്ട് തമ്മിൽ തല വിളിക്കാം. അല്ല വേണമെങ്കിൽ ഉണ്ടാക്കാം ഇഷ്യൂ. ഇപ്പൊ ഉണ്ടാക്കണോ? ഇനിയിപ്പോ ഉണ്ടാക്കണ്ട. അല്ലെ നല്ല എന്താ മിസ് എന്താ ചോദിച്ചത്? നമ്മൾക്ക് ഇപ്പം മനസ്സിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും നല്ലൊരു നിമിഷം ഉണ്ടാവുമല്ലോ. എന്താ സന്തോഷമായിട്ടുള്ള ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും അല്ലേ? എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സന്തോഷമുള്ള സംഭവം ഉണ്ടാവുന്നുണ്ടോ? പിന്നെ എല്ലാ മാസവും ഉണ്ടാവാം. എല്ലാ ദിവസവും ഉണ്ടാവാറ്. ഇല്ല, എല്ലാ മാസവും നമ്മൾ ഷെഡ്യൂൾ കഴിഞ്ഞ് പോയി ഒരു 15 ദിവസം കഴിയുമ്പോ മെസ്സേജ് വരും ഇങ്ങനെ ഇത്ര എമൗണ്ട്. അപ്പൊ ഒരു സന്തോഷം ഉണ്ടാവും, ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും മെസ്സേജ് വരും, മറ്റേ കാർ ലോൺ ഇത്ര ഡിഡക്റ്റഡ്, ഹോം ലോൺ ഇത്ര ഡിഡക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു മെസ്സേജ് വരും, ലാസ്റ്റ് പ്ലീസ് മെയിൻറ്റെയിൻ മിനിമം ബാലൻസ്. അപ്പോൾ ഒക്കെ വരും. അപ്പോഴാണ് നമുക്ക് മിസ് ചെയ്യാൻ പോകുന്നത്, ശരിക്കും മിസ് ചെയ്യാൻ പോകുന്നത്. സന്തോഷമായിട്ടുള്ള മൊമെന്റ് അല്ലേ? ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ചന്ദനമഴ കഴിഞ്ഞിട്ട് പിന്നെ മലയാളത്തിലേക്ക് ഞാൻ പിന്നെ ഇതാണ് എൻ്റെ ഒരു റീ എൻട്രി എന്ന് പറയുന്ന ഒരു സംഭവം. അത് ഇത്രയും നല്ലൊരു രീതിയിൽ വരും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ചേച്ചി പിന്നെ തിരിച്ചു വരണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രയും നല്ലൊരു രീതിയിൽ വന്നു എന്ന് അറിഞ്ഞപ്പോൾ, ആൾക്കാർ 2 കൈ നീട്ടി സ്വീകരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായി. അതാണ് ഏറ്റവും വലിയ നല്ല സന്തോഷമായിട്ടുള്ള ആ മൊമെന്റ്. അതുപോലെ അടുത്ത കഥാപാത്രത്തെ കൈ നീട്ടി ആളുകൾ സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. അങ്ങനെ ഷൂട്ട് ലാസ്റ്റ് ഡേയുടെ ടീ ബ്രേക്ക് ആയിട്ടുണ്ട്. എല്ലാവരും എങ്ങനെയാണ് എല്ലാവരും ഇവിടെ ഇരുന്ന് ഒരുമിച്ച് ഇരുന്നിട്ടാണ് എല്ലാവരും എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഇങ്ങനെ വൈകുന്നേരത്തെ കോഫി ടീ ഒക്കെ കഴിക്കാറ്, സ്നാക്സ് കഴിക്കാറ്. ഉള്ളുവടെ മുളക് ബജിയാണ്. അങ്ങനെ 2.5 വർഷം അച്ഛനും മോളും തമ്മിലുള്ള ഭയങ്കര റിലേഷനൊക്കെ കാണിക്കുന്ന ഒരു സീരിയലായിരുന്നു. ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ പോകുന്നുണ്ടോ? എന്താണ് അവസ്ഥ? മിസ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞത് തീർച്ചയായിട്ടും ചില നല്ല മുഹൂർത്തങ്ങളുണ്ട്. ഇവിടുത്തെ കുറച്ച് നല്ല സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അത് ക്യാമറയുടെ മുന്നിലായാലും ക്യാമറയ്ക്ക് പിന്നിലായാലും കുറച്ച് നല്ല മുഹൂർത്തങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്.
പിന്നെ ആളുകളെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെ നടന്മാരെ മിസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ മിസ് ചെയ്യുന്നൊന്നുമില്ല. വേണ്ട, അടുത്ത ആളോട് പോകാം. ഒരാളുടെ റിയാക്ഷൻ കാണാം. അല്ല, അതിന് കാരണമുണ്ട്. ഇവരൊക്കെ ഇനി നമ്മൾ പിന്നെ കാണില്ലേ. ഈ കുട്ടികളെ പോവാണ്, ഷോർട്ടാണെന്ന് പറയുന്നത്. അപ്പൊ 2.5 വർഷത്തെ ജേർണിയില് ഇപ്പം എന്താണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു നിമിഷം? ശരിക്കും പറഞ്ഞാൽ ഗോകുൽ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ തന്നെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. കാരണം ഈ 2.5 വർഷം ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു ഇവിടെ. കാരണം ഒരുമിച്ച് ആഹാരം കഴിക്കുക, ഒരുമിച്ച് വർത്താനം പറഞ്ഞിരിക്കുക. അപ്പൊ ഈ ക്യാരക്ടറിലുപരി എല്ലാവരുമായിട്ടുള്ള സ്നേഹം ഒരുപാട് മിസ് ചെയ്യും. ഹലോ, ഹായ്, പറയും എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ ഫീൽ ചെയ്യുന്നത് 2.5 വർഷമായിട്ടുള്ള നമ്മുടെ ജേണിയിൽ ആ ജേണി അവസാനിക്കാൻ പോകുന്നു. അതിന് വലിയൊരു പാട്ടായിരുന്ന സീരിയലിൽ ഈ കഥാപാത്രം ബാലു എന്നുള്ള കഥാപാത്രം ഇന്നത്തോട് കൂടിയിട്ട് അവസാനിക്കാൻ പോകുന്നു. പിന്നെ ആ ബാലുവുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുണ്ടായിരുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അവരൊക്കെ സത്യം പറഞ്ഞ കഥാപാത്രങ്ങൾ സീരിയലിലാണെങ്കിൽ ആയിരുന്നെങ്കിലും ജീവിതത്തിൽ ചില ആളുകൾക്കുമായിട്ട് ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് എവിടേക്കോ എന്തൊക്കെയോ വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഹിറ്റ്ലറിന്റെ ലാസ്റ്റ് ഡേ ഷൂട്ട് നടക്കാം. ഒന്നും അറിയാത്ത ഒരാൾ കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ നാണോ ഉണ്ടോ നിനക്ക്? ഹലോ ഹലോ സാർ, ഭയങ്കര ഉറക്കത്തിലാണല്ലോ. ലാസ്റ്റ് ഡേ ആയിട്ട് ചുമ്മാ മാറിയിരിക്കുക. അപ്പൊ നിനക്ക് ഇവിടുന്ന് പോകുമ്പോ എന്തായിരിക്കും മിസ് ചെയ്യുക? മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് നമ്മുടെ ഈ ഒരു ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് മിസ് ചെയ്യും. ഒന്ന്, പിന്നെ ഇവിടുത്തെ പ്രൊഡക്ഷനിലെ ഫുഡ് മിസ് ചെയ്യും. പിന്നെ പേയ്മെന്റ് മിസ് ചെയ്യും. പല കാര്യങ്ങളെങ്ങനെ മിസ് ചെയ്യും. പിന്നെ ആൾക്കാരെ ഞാൻ എടുത്ത് പറയുന്നില്ല. പിന്നെ ഒരാളെടുത്ത് പറഞ്ഞാൽ അടുത്ത ആളെ ഇതായി. അതുകൊണ്ട് ആരും എടുത്ത് പറയുന്നത് എല്ലാവരും മിസ് ചെയ്യും. ഇവിടെ ഭയങ്കര തമിഴിലുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാ നമ്മുടെ നായികയും നമ്മുടെ അഞ്ജലിയും തമ്മിൽ. അപ്പൊ നമുക്കിടയ്ക്ക് ഞാൻ വീണേനെ ഭയങ്കര കത്തിയാണല്ലോ. അതും മലയാളത്തിലല്ല, തമിഴില്. എന്താണ് ഞാൻ വിചാരിച്ചു തമിഴ്നാട്ടിലങ്ങനെ ഞാൻ എത്തിയോന്ന്. അല്ല, ആക്ച്വലി ഞങ്ങൾ അവിടെ നിന്ന് പരിചയമുണ്ട്. അവിടെ നിന്നിട്ട് അങ്ങനെ സംസാരിച്ച് പിന്നെ ഞങ്ങൾ മാറാനൊന്നുമില്ല. ഞങ്ങൾ എപ്പോഴും മാറുന്നില്ല കേസ്. നമ്മള് പണ്ടത്തെ പോലെ തന്നെയാണ്. ഹലോ, എന്താണ് 2.5 വർഷത്തെ ജേർണി? ലാസ്റ്റ് ഡേ ആയപ്പോ 2.5 വർഷത്തെ മെമ്മറീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പുള്ളിക്കാരിയെ സംബന്ധിച്ചുണ്ടല്ലോ, ഇപ്പൊ കഴിഞ്ഞ വർഷം 18-ാം തീയതി സംഭവിച്ചു. ഏത് ഡ്രസ് ഇട്ടെന്ന് ചോദിച്ചാൽ കറക്റ്റ് പറയുന്ന ഒരാളാണ്. പിന്നെ അപ്പൊ ഇത്രയും 2.5 വർഷത്തെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഓടി വരിക എന്ന് പറയുമ്പോ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടാവല്ലോ. എനിക്കറിയില്ല, വേണ്ട, ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ മറക്കാൻ പറ്റാത്തത് നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്തത് സർപ്രൈസ് ആയിട്ട് കുറെ സെലിബ്രേഷൻ ഒക്കെ നടന്നിട്ടുണ്ട്. അത് മറക്കാൻ പറ്റില്ല. പിന്നെ എല്ലാ ഷെഡ്യൂളും, അതായത് നമ്മൾ വീട്ടിലുണ്ടാവുന്നതിനേക്കാളും കൂടുതൽ എല്ലാ മാസവും ഇവിടെ ആണല്ലോ ഉണ്ടാവുക. തീർച്ചയായിട്ടും. അപ്പൊ എന്താ പറയാ, എല്ലാം സന്തോഷമാണ്. അങ്ങനെ എല്ലാ എന്തെങ്കിലും അടി ഉണ്ടാവുക, അല്ലെങ്കിൽ ഞങ്ങൾ പിണങ്ങിയിരിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വന്നപ്പോ തൊട്ട് ഞങ്ങൾ 3 പേര് ഈ റൂമിലായിരുന്നു. അപ്പൊ അതിലേക്ക് ഞങ്ങൾക്ക് സൗവർണിക ചേച്ചിയും കൂടെ കിട്ടി. നല്ല വൈബ് ആയതുകൊണ്ടും ഞങ്ങളുടെ അതേ ബഹളം ആയതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല പാട്ടുകൾ പാടി ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തു. ഞങ്ങൾ ഇത്രയും നാൾ ഇവിടെ കാണാരാഗമൊക്കെ പാടി ഞങ്ങളുടെ വൈബിൽ സെറ്റ് ആയിരുന്നു. അപ്പത്തേക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടെന്ന് നല്ലതായിട്ട് ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നതുകൊണ്ട് എന്നെ തള്ളണ്ട. നല്ലതായിട്ട് പാട്ട് പാടുന്ന ഒരാൾ വന്നപ്പോഴേക്കും ഞങ്ങൾ അങ്ങ് തളർത്തി. ഇപ്പൊ ചേച്ചി ഞങ്ങളുടെ ലെവലായി വരുന്നുണ്ട്. അതെ, അതും കൂടെ തളർത്തി, എന്നെയും കൂടെ തളർത്തി വരുന്നുണ്ട്. നേരത്തെ ഈ വ്ലോഗ് എടുക്കാൻ വന്നപ്പോൾ കുറച്ച് ഇമോഷണൽ ആയി പോയി. അതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ആയിട്ടായിരിക്കും. ഞാൻ ഇമോഷണൽ ആണ്. അല്ല, നമുക്ക് വൈകുന്നേരം കാണട്ടെ. അല്ല, ഇവിടെ നിന്ന് എന്തോ അമ്മ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. എന്താ സംഭവം? എന്താ അതായത് ഞാൻ പറയില്ല. പറയില്ലല്ലേ?
ഇതെന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? കാഴ്ച ബംഗ്ലാവ് വന്നാ? ഇവിടെ മുഴുവൻ നിന്റെ ഫോട്ടോയാണല്ലോ. എന്റെ റൂമായിട്ട് ഷൂട്ട് ചെയ്യുന്നിടത്ത് പിന്നെ ആരുടെ ഫോട്ടോ വെക്കണം? ഓ ഇതായിരുന്നല്ലേ നിന്റെ റൂം. ഞാനിതുവരെ ഇവിടെ വന്നിട്ടില്ല. നീ സുപ്രിയ ആയെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ ഈ 2 വർഷത്തെ ഈ ഒരു ജേണി തീരുവാണ്. അപ്പോ നല്ല രീതിയിൽ ഇത്രയും നാള് മുന്നോട്ട് പോയി. നീ ഇടയ്ക്ക് വെച്ചാ കേറി വന്നതെങ്കിലും നമ്മൾ ഒരുപാട് വർഷം മുമ്പുള്ള പരിചയമാണ്. തീർച്ചയായിട്ടും നിന്നെ പോലെ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ആസ് എ ഒരു പേഴ്സൺ ആണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നീ. 2.5 വർഷമായല്ലോ ചേച്ചി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായിരിക്കും ഇതിൽ മിസ് ചെയ്യാൻ പോകുന്നത്? എന്തായിരിക്കും എനിക്ക് മിസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഞാൻ താമസിക്കുന്ന റൂമാണ്. അതിനോട് ഞാൻ ഇന്നലെ രാത്രി പോലെ ഞാൻ വർത്തമാനം പറഞ്ഞിരിക്കുക, ഞാൻ പോവുകയാണ്, ഞാൻ ഈ റൂം ഒഴിയാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ എന്നെ തന്നെ സമാധാനിച്ചു. ഇന്ന് ആ റൂമിൽ നിന്ന് ആ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്ത് ഞാൻ പോകുമ്പോൾ വാടക വീട് ഒഴിഞ്ഞു പോകുന്ന ഒരു പ്രതീതിയാണ് എനിക്ക്. നമ്മളെങ്കിലും ഈ ഫീൽഡിലുള്ള ആരും എവിടെയും സ്ഥിര താമസക്കാരല്ല. എന്നാൽ പോലും 2 വർഷമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന റൂമാണത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഏതെങ്കിലും അടുത്ത സെറ്റിൽ വെച്ച് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ വൈകുന്നേരം ഫംഗ്ഷന് നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. എപ്പിസോഡ് ഇത്രയും മനോഹരമായി കൊണ്ടുപോകാൻ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച്. പക്ഷെ ബാക്കിയുള്ള എല്ലാ ക്രൂവിലും ഞാൻ ഇതുപോലെ തന്നെ കൊണ്ടുപോകും. ഒരു സീരിയൽ ഇത്രയും വലിയ ഹിറ്റായി മാറുക എന്ന് പറയുന്നത്, മലയാളത്തിൽ ഒരു ട്രെൻഡിങ് ആയി മാറുക എന്ന് പറയുന്നത് ചരിത്രം. നമ്മുടെ ക്യാമറമാര് 2 വാക്ക് പറയാനുണ്ട്, ശ്രദ്ധിക്കുക പ്ലീസ്. ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഇത് പറഞ്ഞപ്പോൾ എല്ലാം പോയി. Everybody come to here. Here is the cake. Happy birthday, Mugon. എനിക്കൊരു പൊറോട്ട. ഇത് വേണ്ട, കോയിൻ വേണ്ട, മറ്റേത് വലിയ പൊറോട്ട. എവിടെ എന്താ ചിക്കൻ കറിയാ? കുറച്ചിട്ട് വെച്ച് ഞാൻ കറിയില്ല. ബോൺലെസ് മാത്രമേ ഇടാവുള്ളൂ, എല്ലിടല്ലേ. ലെൻസ് നേരെ കൈ കാണിക്കും എല്ലാവരും.